ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്ന് ഒരുപാട് പേരെന്നെ തിരക്കിയായിരുന്നു. വീഡിയോസിന് താഴെ കമൻസിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തിരക്കി എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. വീഡിയോസൊന്നും ഇടാതിരുന്നതിൻ്റെ കാരണം എൻ്റെ കുടുംബത്തിൽ ഒരു മരണം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മാമൻ മരിച്ചായിരുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. ഒക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊന്നും തന്നെ ഇടാതിരുന്നത്. പിന്നെ ഞാൻ ഒരു മാസമായിട്ട് വെക്കേഷൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കുറേ ദിവസങ്ങൾ നാട്ടിലൊക്കെ നിന്നുകൊണ്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്. നാട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളും കാഴ്ചകളൊന്നും തന്നെ എനിക്ക് ഒരുപാടൊന്നും പിടിക്കാൻ പറ്റിയില്ല. വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എന്താ പറയുക, എപ്പോഴത്തെയും പോലെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു പച്ചപ്പും പിന്നെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു മാസം കഴിഞ്ഞ് അങ്ങനെ ഒരവധിക്കാലം കൂടെ കഴിഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ തിരിച്ച് ഇവിടെ ദുബായിലെത്തിയിട്ടാണ്. ഇവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ നല്ല ചൂടായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴേക്കും ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു ഇത്. പിന്നെ എന്നത്തെയും പോലെ ഇവിടെ എപ്പോഴും ഭയങ്കര തിരക്കല്ലേ. പിന്നെ ഇതാ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം കുറേയൊക്കെ ഒന്ന് വാടിയിട്ടൊക്കെ ഉണ്ട്. കൂടുതലും മണി പ്ലാന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം വെള്ളത്തിലൊക്കെ വളർത്തുന്നതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ചീത്തയായൊന്നും പോയില്ല. എന്നാലും കുറച്ചൊക്കെ ഇങ്ങനെ വാടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കാമെന്ന് ഓർക്കുവാണ്. ഇപ്പോൾ ഇതാ എൻ്റെ ആ ഒരു വെള്ളമെല്ലാം മാറ്റിയിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് വന്നിട്ടുണ്ട്. ആ ചെടികൾക്കൊക്കെ തന്നെ ഒരു ഉണർവ് വന്നു. ഇത്രയും ദിവസം നമ്മളിങ്ങനെ എപ്പോഴും വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്നതല്ലേ, ഒന്നും ഇല്ലാണ്ട് കിടന്നുകൊണ്ടേ ഇലകളൊക്കെ വാടിപ്പോയായിരുന്നു. ഇപ്പം എല്ലാം നന്നായിട്ട് ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു വിഷമമുള്ള കാര്യം, നമ്മുടെ ലവ് ബേർഡ്സിൽ ഒരെണ്ണം ചത്തുപോയിട്ടാണ്. ഇവിടെ ഞാൻ അടുത്ത് നോക്കാനൊക്കെ ആളുണ്ടായിരുന്നു. പക്ഷേ ഇത് ചൂടൊക്കെ കൂടുതലായതുകൊണ്ടായിരുന്നു തോന്നുന്നു അതിലൊരെണ്ണം ചത്തുപോയി. ഒരു പച്ച കളറിലുള്ളൊരു ലവ് ബേർഡ്സ് ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട്. അങ്ങനെ ഇപ്പം നമ്മുടെ ലവ് ബേർഡ്സ് 3 അതൊക്കെയാണ് ഇപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതാ എല്ലാവരും നമ്മൾ മലയാളികളൊക്കെ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറേയധികം സാധനങ്ങൾ കൊണ്ടുവരുമല്ലോ. അതുപോലെ ഞാനും അവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപഴവും നേന്ത്രപ്പഴവും പച്ചമാങ്ങ, പിന്നെ ഇത് കറി നാരങ്ങ, നെല്ലിക്ക, ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്നത് ഇത് തേങ്ങ നന്നായിട്ട് വറുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് കറികൾക്കൊക്കെ ആവശ്യമുള്ളതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് അരച്ചെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചധികം വാളൻ പുളി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടംപുളിയില്ലേ, അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വീട്ടിലുണ്ട്. ഇതിൻ്റെ ബിസിനസ്സൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പിലിട്ടതാണ്. കഴിഞ്ഞ വർഷം ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. അതുപോലെ നമ്മുടെ പുളി ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ചധികം നാടൻ കറിവേപ്പില. ഇത് ഉണക്കച്ചെമ്മീനാണ്. പിന്നെ നമ്മളെല്ലാവരും കൊണ്ടുവരുന്ന കുറച്ചധികം അച്ചാറുകൾ. ഇതെല്ലാം ഓരോരുത്തരായിട്ട് ഇട്ട് തന്നാണ് കേട്ടോ, നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ്. അപ്പോൾ ഓരോരുത്തർ നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെ കൊണ്ടുതന്നാണ്. ചെമ്മീൻ, മീൻ,
പാവയ്ക്ക, മാങ്ങ അച്ചാറൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ പനങ്കൽക്കണ്ടാണ് കേട്ടോ. ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ നല്ലതാണ് കഴിക്കാൻ, ഈ കഫക്കെട്ടിനൊക്കെ. അപ്പോൾ അത് കൊണ്ടുവന്നു. പിന്നെ കുറച്ചധികം കാഷ്യൂ നട്ട്സ്, അതുപോലെ കറുത്ത മുന്തിരിയില്ലേ അതുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്നത് തേയിലയാണ്. നമ്മുടെ ഇവിടെ തേയിലയ്ക്ക് നല്ല കടുപ്പമുള്ള തേയില കിട്ടാൻ വലിയ പാടാണ്. അത് കാരണം ഞാനൊരു 5 കിലോ തേയില തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തേയിലയാണ്. പിന്നെ ഇത് നമ്മുടെ പ്രസ്സാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പ്രസ്സുള്ളതൊക്കെ പഴയതായി, ഒടിഞ്ഞൊക്കെ പോയി. അപ്പോൾ അത് കാരണം അതൊരെണ്ണം വാങ്ങി. അതുപോലെ ഒരു പുട്ടുകുടവും പുതിയതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ കുറച്ച് അരിപ്പൊടിയുണ്ട്. പിന്നെ 1 കിലോ പപ്പടം വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഈ ഒരു പൊരി ഐറ്റംസും ബേക്കറി ഐറ്റംസൊക്കെയാണ്, സ്വീറ്റ്സൊക്കെയാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് ഇവിടെ ഉള്ളവർക്ക്, ഫ്രണ്ട്സിനും അടുത്തുള്ളവർക്കും ഒക്കെ കൊടുക്കാനായിട്ടാണ്. നെയ്യപ്പവും അതുപോലെ ഇത് മടക്കപ്പം, ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയതാണ് മടക്കപ്പം. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയാണ് നെയ്യപ്പം. അങ്ങനെ കുറച്ചധികം ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കുറേശ്ശെ കൊടുക്കണം. അതും ഒരു വലിയ പരിപാടിയാണ്. ഇത് അവല്, കുറച്ചധികം തന്നെ ഈ ഒരു ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പ്രത്യേകിച്ച് ഓണക്കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ 1-2 ഓണം വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി കാണാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.